ഹലോ നമസ്കാരം എല്ലാവർക്കും EPS സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അധികം സ്പൈസി ഒന്നല്ല, അന്ന് അത്യാവശ്യം നല്ല സ്പൈസിയൊക്കെ ഉണ്ട് താനും. ഞാൻ നോർമലി വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ഈ റെസിപ്പിയിലൂടെ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങൾക്കത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ കിച്ചണിലോട്ട് പോയാലോ. അപ്പോൾ ചിക്കൻ്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു ബ്രസ്റ്റ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളകിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു 2-3 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഇനി വേവിച്ചെടുക്കാൻ പോവാണ്. വേവിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ ഞാൻ മിക്സിയിലിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മയോണൈസ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. ഈ എടുത്ത് വെച്ച ബൗളിലോട്ട് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചത് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ചിക്കൻ, ഉപ്പ്, കുരുമുളക് പൊടി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഇട്ട് കുക്കറിൽ 3-4 വിസിൽ അടുപ്പിച്ച് എടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയിലോട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തോരം ക്രീമി ആയിട്ട് വേണം അതിനനുസരിച്ച് മയോണൈസ് ചേർക്കാം കേട്ടോ. ഒരു നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ചിക്കനിലും മയോണൈസിലൊക്കെ ഉപ്പുള്ളതാണ്. നമ്മൾ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് ഒരു നുള്ളു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒത്തിരി ക്രീമി ആക്കണമെന്നില്ല. മിക്സ് ചെയ്തിട്ട് ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം. എരിവ് പോരെന്നാണെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി അല്ലെങ്കിൽ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിൽ ഫില്ല് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ ഇവിടെ 2-3 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡിൻ്റെ അരിക് നിങ്ങൾക്ക് മുറിക്കണമെന്നുണ്ടെങ്കിൽ മുറിക്കാം കേട്ടോ. ഞാനിപ്പോൾ മുറിക്കണമെന്നില്ല. ഇവിടെ അങ്ങനെ അരിക് കഴിക്കണോണ്ട് ആർക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ബ്രെഡിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് കുറച്ച് ചേർത്ത് കൊടുക്കുവാണ്. ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഞാൻ ഓവറായിട്ട് സോസ് ചേർക്കാറില്ല. കാരണം ടൊമാറ്റോ സോസ് അങ്ങനെ എല്ലാ സോസും കൂടി ചേർത്തിട്ട് വെക്കുമ്പോൾ നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ ആക്കുമ്പോൾ അത് ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളം ഒലിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കഴിക്കുമ്പോഴാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് തരം സോസ് വേണമെങ്കിലും ഡിപ്പ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്ലൈസ് ചീസ് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇത് വെച്ചിട്ട് ഒരു ബ്രെഡും കൂടി വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. വേറൊരു ബ്രെഡിൻ്റെ പീസ് എടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഒരു 2 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമുക്ക് പാനിൽ ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു സ്ലൈസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
എല്ലാ സൗകര്യവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ബട്ടർ. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡുകൾ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടോസ്റ്റ് ചെയ്യേണ്ടെന്നാണെങ്കിൽ ടോസ്റ്റ് ചെയ്യണ്ട കേട്ടോ, നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്യാതെ തന്നെ കഴിക്കാം. ടോസ്റ്റ് ചെയ്യുമ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ടോസ്റ്റ് ചെയ്യുന്നതാണ് കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെടാറ്. പിന്നെ ഇതിലിപ്പോൾ അൺഹെൽത്തി എന്ന് പറയുന്ന ഒന്നുമില്ല, എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, മയോണൈസ് അടക്കം. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ആക്കാം കേട്ടോ. അതിൻ്റെ അടുത്ത് സാൻഡ്വിച്ച് മേക്കർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. നമ്മുടെ ചീസ് അപ്പോൾ ചൂടായിട്ട് ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ചീസ് മെൽറ്റായി കഴിയുമ്പോഴേക്കും ഇത് തമ്മിൽ നന്നായിട്ട് ഒട്ടും. ചീസ് മെൽറ്റായി ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ സാൻഡ്വിച്ച് ഓപ്പണായി പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാകത്ത് കണ്ടോ, അടിപൊളിയായിട്ടുള്ള യമ്മി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോ കൊണ്ട് വീണ്ടും കാണാം. അതേവരെ സ്റ്റേ ഹെൽത്തി. ബൈ.